സംഘപരിവാറിന്റെ ബി ടീമായി അവതരിച്ചൊരു അന്വേഷണ ഏജൻസി. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് അനഭിമതനായാൽ ഭൂതം വരുമെന്ന മട്ടിൽ ED വരുമെന്ന് സാധാരണക്കാർ പോലും പരിഹസിക്കുന്ന മട്ടിലേക്ക് തരം താഴുന്ന വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു കേന്ദ്ര അന്വേഷണ സംവിധാനം. പ്രതിപക്ഷ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടി വാർത്താ തലക്കെട്ടുകൾ ഉണ്ടാക്കി അവർ BJPയിൽ ചേരുന്ന നിമിഷം കേസുകൾ തേച്ചുമായ്ച്ചു കളയുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള വാഷിംഗ് മെഷീൻ സംവിധാനം. BJP ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ കാടിളക്കി കുതിക്കവേ ED എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഞെട്ടിക്കുന്ന അഴിമതി കഥകൾ ഇതാ ഒന്നൊന്നായി പുറത്തു വരുന്നു. EDക്ക് ചാകരയായിരുന്നൊരു കാലം നാം മറന്നിട്ടുണ്ടാകില്ല. സ്വർണ്ണക്കടത്ത്, ഖുറാനിൽ സ്വർണം കടത്ത്, ഈന്തപ്പഴത്തിലും ബിരിയാണി ചെമ്പിലും സ്വർണം കടത്ത്, കിഫ്ബി, ലൈഫ് മിഷൻ, കരുവന്നൂർ, ശേഷം കുളിപ്പിച്ചൊരുക്കി കാത്തുവച്ച CMRL, എക്സാലോജിക്. അങ്ങനെ ഒന്ന് ആസ്വദിച്ചു വരുമ്പോൾ അഴിമതി കഥകൾ ബൂമറാങ് പോലെ തിരിച്ചു വരുന്നത് എന്തൊരു കഷ്ടമാണ്. CPIMനെയും സംസ്ഥാന സർക്കാരിനെയും വീഴ്ത്താൻ കാത്തുവച്ച കുഴിയിൽ അതാ കിടക്കുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ മുതൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വരെ. വീണിതല്ലോ കിടക്കുന്നു ധരണയിൽ, ശോണിതവും അണിഞ്ഞയോ ശിവശിവ എന്ന മട്ടിൽ. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ കള്ളക്കേസുകൾ, മറുഭാഗത്ത് കള്ളക്കേസിനും ഉള്ള കേസ് ഇല്ലാതാക്കാനും കൈക്കൂലിയായും ഹവാലിയായും വാങ്ങുന്ന കോടികൾ. ഇനി പ്രതികൾ BJPക്കാരാണെങ്കിലോ കൊടകരയോളം മികച്ച ഉദാഹരണം വേറെന്തിന്? ഇനിയും എങ്ങനെ വിശ്വസിക്കണം നാണം കെട്ടിയ അന്വേഷണ സംവിധാനത്തെ? സാധാരണക്കാരന്റെ നികുതിപ്പണം കൊണ്ട് അവനെ തന്നെ വേട്ടയാടുന്നത് അവസാനിപ്പിച്ച BJP സർക്കാരിന്റെ ഹഫ്ത പിരിവ് സംഘമായി പരസ്യമായി പ്രഖ്യാപിച്ച ജനാധിപത്യത്തിന്റെ നിഴൽവട്ടത്തു നിന്നും മാറ്റി നിർത്തണം നിലവാരം തകർന്ന ഈ അന്വേഷണ ഏജൻസിയെ.